ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയെ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കഴിഞ്ഞ പ്രാവശ്യം രാമകൃഷ്ണന്മാരുടെ നാമകരണം ഗർഗമുനിയാൽ ചെയ്യപ്പെട്ട് അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പ്രവചനം അതിന് ശേഷമുള്ള കുട്ടികളുടെ വളർച്ച, ബാലലീലകൾ എന്നിവയാണ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദഗോപര്, യശോദാദേവി, രോഹിണി ദേവി, രാമകൃഷ്ണന്മാർ, എല്ലാ ഗോപന്മാർ, ഗോപികൾ എല്ലാവരും കൂടി അമ്പാടിയിൽ വളരെ സന്തോഷമായി കഴിയണം. കൃഷ്ണൻ വന്നതിന് ശേഷം ഇവിടെ ദിവസത്തെ ഉത്സവം പോലെയാണ് നടക്കുന്നത്. ആർക്കും അമ്പാടിയിൽ നന്ദഗുരുത്തിൽ നിന്ന് ആർക്കും പുറത്തു പോകാൻ ഇഷ്ടപ്പെടില്ല. എത്ര എപ്പോഴും കൃഷ്ണ കണ്ടുകൊണ്ടേയിരിക്കണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞു പോയപ്പോൾ കുട്ടികൾ രണ്ടാളും മുട്ടുകുത്താൻ തുടങ്ങിയപ്പോൾ എന്താ, ഒരു കറുത്ത കുട്ടി, ഒരു വെളുത്ത കുട്ടി, ബലരാമൻ, ശ്രീകൃഷ്ണൻ. അങ്ങനെ പോയിട്ട് അവർ ഇങ്ങനെ മുട്ടുകുത്തുമ്പോൾ കാലങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ കിങ്ങിണി ഒച്ച കേൾക്കുന്നുണ്ട്. അതിങ്ങനെ പോയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ, ആ ഒച്ച നിന്നു. പിന്നെയും കുറച്ചുകൂടി കാല് വെച്ച് ഇങ്ങനെ പോകണു. അപ്പോൾ ഈ ഒച്ച കേൾക്കണു. ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കണം. പിന്നെന്താ, രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ആന മുട്ടും പോലെ കളിക്കുക. അങ്ങനെ സന്തോഷമായിട്ട് അമ്മയും അച്ഛനെയും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികൾ പെട്ടെന്ന് വളർന്നു വരുമല്ലോ. ആ സമയത്ത് എന്തായി, പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങി. ഓരോ കാല് വെച്ച് നടക്കാൻ തുടങ്ങി. ഇത് വളരെ കൗതുകം. നടക്കും, 2 കടി വയ്ക്കുള്ളിയും വീഴാൻ പോകും അല്ലേ. അങ്ങനെ കുറേ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നല്ലോണം നടക്കാൻ തുടങ്ങാൻ പോകുമ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി. പുറത്ത് പോകുമ്പോൾ എന്താ, ഗോപന്മാരൊക്കെ അല്ലാണ്ട് എല്ലാവരും കൂടി പുറത്ത് പോയി കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പശു ഉണ്ടല്ലോ. ആ പശുവിന് പെട്ടെന്ന് അപ്പോൾ ജനിച്ച കുട്ടികളുണ്ടാവും. അത് 1-2 ദിവസത്തിലാവുമ്പോൾ നല്ലോണം ഓടിക്കളിക്കും. അപ്പോൾ ഈ പശുക്കുട്ടിയുടെ വാല് പിടിച്ച് കളിക്കുക എന്ന് പറയുന്നത് പണ്ട് ഒരു രസകരമായ സംഭവമാണ്. ഇപ്പോൾ നമ്മൾ പശുവിനെ കാണാറില്ല, അല്ലെങ്കിൽ എന്താ ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പം നമ്മൾ ചോദിച്ചാൽ എന്താ പറയണേ, കുട്ടികളുടെ അടുത്ത് എവിടുന്നാണ് പാല് വരുന്നത്? പാക്കറ്റിൽ നിന്ന് അല്ലേ. ഇതെല്ലാം എന്താ പറയണേ, എവിടുന്നാണ് അരി വരുന്നത്? റേഷൻ കടയിൽ നിന്ന് അല്ലെങ്കിൽ കടയിൽ നിന്ന്. ഇത്രയേ അറിയുള്ളൂ. അങ്ങനെ അതിൻ്റെ കാലം അങ്ങനെ. പണ്ട് അങ്ങനെയല്ല. കൃഷി ധാന്യങ്ങളെല്ലാം ധാരാളം വീട്ടിൻ്റെ ഉമ്മറത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. അതിരിക്കട്ടെ, എന്തിനു പറഞ്ഞു വെച്ചാൽ മാറ്റങ്ങൾ, പണ്ടത്തെ ഉള്ള സന്തോഷവും സുഖവും അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് അല്ലേ. അപ്പോൾ എന്തായി, ഈ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. പശുക്കുട്ടിയുടെ വാലും പിടിച്ചിട്ട് അതിനെങ്ങനെ ഓട്ടുക. അതിൻ്റെ കൂടെ ഓടുമ്പോൾ എന്താ, നമുക്ക് കാലിന് തന്നെ ബലം കിട്ടും. അപ്പോൾ കുട്ടികൾ ശരിക്കും നടക്കാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും. അങ്ങനെ കുട്ടികൾ ഇനി വലുതായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസം യശോദാദേവി കുട്ടികളെ വേണ്ടതുപോലെ അലങ്കരിച്ച് കൊണ്ടുവന്നിരുത്തി ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹിണി അങ്ങേപ്പുറത്ത് ബലരാമനെയും വെച്ചിരിക്കുന്നത്. അങ്ങനെയാ അലങ്കാരം ചെയ്തിരിക്കണ. കൃഷ്ണൻ്റെ തലമുടി ഇങ്ങനെ ചുരുണ്ട് തലമുടിയിൽ വെച്ച് മുകളിലേക്ക് വെച്ച് കെട്ടിയാൽ ഒരു മയിൽപ്പീലി തിരിയുന്നത്. സ്വതസിദ്ധമായ കുറുനിര അതിങ്ങനെ നെറ്റിത്തളത്തിൽ ഇങ്ങനെ കിടന്ന്
ചുരുണ്ടിരിക്കുകയാണ്. നല്ല പൊട്ട്, താമരതളം പോലുള്ള കണ്ണുകളിൽ കൺമഷി എഴുതിയിട്ടുണ്ട്. വെള്ളിൻപൂ പോലുള്ള നാസിക, ചെവികളിൽ കുണ്ടലങ്ങൾ, കൗസ്തുഭരത്നം കഴുത്തിൽ, വനമാല, വളകൾ ധരിച്ചിട്ടുണ്ട്. കയ്യിൽ നല്ല മഞ്ഞപ്പട്ട് കെട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു അംഗവസ്ത്രവും കെട്ടിയിട്ടുണ്ട്. അരഞ്ഞാണ്, കിങ്കിണികൾ, അതുപോലെ തന്നെ കാലുവളകൾ എല്ലാം അലങ്കരിച്ച് ഇങ്ങനെ കുട്ടിയെ ഇരുത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഗുരുവായൂരിൽ പോയാൽ കാണാറില്ലേ, അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. ഇതെല്ലാം നമ്മൾ അനുഭവിക്കണതാണല്ലോ. അപ്പോൾ ആ ഭഗവാൻ കുട്ടിയായിട്ട് വന്ന് ഗോകുലത്തിൽ ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുന്ന ആ ഭഗവാനെ കാണാൻ എത്ര സൗന്ദര്യമായിരിക്കും. നമ്മുടെ ഭട്ടതിരി പറയുന്നുണ്ട്, എങ്ങനെയാണ് ഭഗവാനെ കാണാനുണ്ടാവുക എന്ന്. എത്രൈലോക്യമഹീയതോപി മഹിതം സമോഹനം മോഹനാൻ കാന്തം കാന്തിനിധാരതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേനകസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാത്തിനും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും കൂടുതൽ ഉള്ള ആ സ്ഥിതിയാണ് ഭഗവാന്റെ രൂപവും. അതുപോലെ തന്നെ പൂജ്യന്മാരിൽ പൂജ്യനാണ്, മോഹനങ്ങളിൽ വെച്ച് സമ്മോഹനാണ്, അതിതേജസ്വിയാണ്, മാധുര്യത്തിൽ വെച്ച് അതിമധുരവും, എല്ലാ സൗന്ദര്യങ്ങളും സുന്ദരവും, അദ്ഭുതത്തിൽ വെച്ച് അത്യദ്ഭുതവുമായ ആ ഭഗവാനെ ഒന്ന് കാണുവാൻ കൊതിക്കാത്തവർ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ആ ഭഗവാന്റെ രൂപത്തെ ഒന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് ഒരു ചെറിയ 2 പേരുകൾ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ കൃഷ്ണ നാരായണ ഹരേ. അപ്പോൾ ആ കുട്ടികളെ 2 പേര് കൂടിയിട്ട് ഇവരെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ പറയാണ്, അമ്മേ എനിക്ക് വെണ്ണ വേണം. ഭയങ്കര കൊതിയാണ്, വെണ്ണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അമ്മ പോയിട്ട് ഉരുള വെണ്ണ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ കൈ കാണിച്ചു, ഈ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, അമ്മ ഈ കൈക്ക്. അപ്പോൾ ഈ കയ്യിൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രാമനങ്ങോട് കൊടുത്തു. രാമനങ്ങോട് എത്തി ഇയാളെന്താ വെണ്ണ ഇങ്ങോട്ട് നേരെ വായിലേക്ക് ഇട്ടു. അമ്മ ഈ കയ്യിൽ വെണ്ണയില്ല എന്ന് പറഞ്ഞിട്ട് ഈ കയ്യിൽ പറഞ്ഞ് ഇങ്ങനെ വെണ്ണ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ആ നീലമേശ്യാമനായ കൃഷ്ണൻ്റെ മുഖത്ത് ചന്ദനക്കാപ്പ് തേച്ച പോലെ ഉണ്ട്. അത്രയും സുന്ദരമായിരിക്കുന്നുണ്ട് കുസൃതി. അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ കുറച്ചുകൂടി വലുതായി. ഒരു ദിവസം അമ്മ കുളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായി, കൃഷ്ണ മെല്ലെ പോയി. ഒരുപക്ഷെ വെണ്ണയുടെ കൊതിക കൊണ്ടായിരിക്കാം. മച്ചിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവിടെ ഉറിയിൽ കലത്തിൽ വെണ്ണ, പാല്, തൈര് ഇവയെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. കൃഷ്ണൻ അത് കഴിച്ചാൽ കൊള്ളാൻ തോന്നിയിട്ടുണ്ടാവും. എന്ത് ചെയ്തു, അടുത്തുള്ള ഒരു ഉരലെടുത്തിട്ട് അവിടെ വെച്ചു. ഉയരം നോക്കുമ്പോൾ എത്തുന്നില്ല ഉയരുടെ അവിടേക്ക്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു പീഠത്തിനടുത്ത് ഉരലിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഉറി പിടിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്ക് പീഠ താഴ്ത്തു വീണു. അപ്പോൾ കൃഷ്ണൻ്റെ സ്ഥിതി എന്താ, ഉറിയിൽ ഇങ്ങനെ ഊഞ്ഞാലാടുക. ഈ ഒച്ച കേട്ടിട്ട് അമ്മ കുളിച്ച് വന്ന് നോക്കുമ്പോൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കണം കൃഷ്ണയാണ് കാണുന്നത്. കൃഷ്ണ എന്താ ചെയ്യണേ നീ ചോദിച്ചു പറയണ, അമ്മ കുളിക്കാൻ പോയപ്പോഴേ ഈ പൂച്ചയും
കുരങ്ങന്മാരൊക്കെ വന്ന് വെണ്ണയും പാലും ഒക്കെ കട്ട് തിന്നാലോ, അതിനു വേണ്ടി ഞാൻ കാവലിരിക്കുകയാണ് എന്ന് പറഞ്ഞുത്തരാം. അപ്പോഴേക്കും അമ്മയ്ക്ക് സന്തോഷമായി. നീ പുണർന്നെടുത്ത് ആരെങ്കിലും ചെയ്തുകൊണ്ട് സന്തോഷമായി കഴിച്ചോട്ടി. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ വീട്ടിലല്ല വികൃതിയൊക്കെ പുറമേന്ന് തുടങ്ങി. എല്ലാ ഗോപിമാരുടെ അവിടെ പോവുക. ഈ ഗോപിമാർക്കുണ്ടല്ലോ കൃഷ്ണ ഒരിക്കൽ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. പറയത്തറ, കൃഷ്ണ എനിക്ക് വെണ്ണ തരുമോ, പാട്ട് പാടുമോ, എന്നാൽ വെണ്ണ അന്ന് പാട്ട് പാടുമോ അത്ര, പിന്നെ എനിക്ക് കുറച്ച് വെണ്ണ തരുമോ വേറൊരു ഗോപസ്ത്രീയുടെ അടുത്ത്. അപ്പോൾ ഗോപസ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് ഡാൻസ് ആടാൻ പറ്റുമോ, എന്നാൽ തരാമെന്ന് പറയും. അപ്പോൾ ആടും അത്ര. അപ്പോൾ പിന്നെ കൃഷ്ണ കളിപ്പിക്കുക, അവർക്ക് സന്തോഷം, കൃഷ്ണ വെണ്ണ കിട്ടും, അതൊരു സന്തോഷം. ഇങ്ങനെ ഇരിക്കുന്ന ദിവസം ഈ ഗോപസ്ത്രീകൾക്ക് ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. അവർ കൃഷ്ണ കാണാണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെയോ ഇവൻ്റെ ഓരോ കുസൃതികൾ കാരണം ക്ഷമ കെട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഗോപസ്ത്രീകളായിട്ട് യശോദയുടെ അടുത്ത് വന്ന് പരാതി പറയുകയാണ്. എന്താ പറയണേ, ഈ കൃഷ്ണനുണ്ടല്ലോ, വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശസഞ്ജാതേയം സ്വാദ്യത്യതതിപയ കൽപ്പിതൈസ്തേയയോഗൈഃ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സച്ചേന്നാത്തിഭാണ്ഡം വിനത്തി ദ്രവ്യാലാഭേ സ കുഹകുപിതോ യാത്യുപക്രോശ്യതോ കാൻ. എന്താ പറയണറിയോ, ഒരു ഗോപസ്ത്രീ പറഞ്ഞിരിക്കുകയാണ്, വത്സാൻ മുഞ്ചൻ, ഈ പശുക്കുട്ടികളൊക്കെ അഴിച്ചു വിടുകയാണെന്ന്. ഞങ്ങളവിടെ ജോലി തിരക്കിലായിരിക്കും, ആ സമയത്താണ് ഇവൻ വന്നിട്ട് പശുക്കുട്ടികളെ കഴിച്ചു വിട്ടത്. ആ പശുക്കുട്ടികളെ അഴിച്ചു വിട്ടാൽ നിങ്ങൾക്ക് പോയി കറന്നൂടെ ആ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ, കോച്ചി അസമയേ, നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നല്ല, എപ്പോഴാണ് വരണേ, എന്താ ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ പാല് കറക്കാൻ പോകുന്ന സമയത്ത് ആ വീട്ടിൽ ഇത്തിരി പാലുണ്ടാവില്ല, എന്താ ചെയ്യാം. ഞാനിവിടെ ഇഷ്ടം പോലെ വെണ്ണയും പാലും ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പറയണത് ശരിയാണോ? അവനെങ്ങനെ വരുന്നത്? നീയൊക്കെ കൊടുക്കണ്ടാവും, ഞാനില്ല ഇല്ല പറയില്ല. ഇവനെ കട്ട് തിന്നാൻ ഭയങ്കര ആഗ്രഹം, വെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ കൊതിയനാണ്. അപ്പം എന്തു ചെയ്യും, എന്നാൽ കുറച്ച് വെണ്ണയും പാലല്ലേ തിന്നോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല കൊടുക്കണേന്. അങ്ങനെയല്ല, മർക്കാൻ ഭോക്ഷ്യൻ, കുരങ്ങനും പൂച്ചയ്ക്കൊക്കെ വിതറി കൊടുക്കും, ചട്ടിയൊക്കെ തല്ലി ഉടയ്ക്കും. മാത്രമല്ല, അങ്ങനെ അവന് വെണ്ണയൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യറിയോ, ഊട്ടനടി. ഉണ്ണികളോട് ഉറങ്ങണ്ടല്ലോ, അതിനൊക്കെ നുള്ളിയിട്ട് അവൻ്റെ പാട്ടിൽ ഓടും, ചിരിച്ചുകൊണ്ട് ഓടും. അപ്പോൾ യശോദ പറയാണ്, നിങ്ങൾ ഇതൊക്കെ പറയുന്നല്ലോ, എൻ്റെ ഉണ്ണി ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് പല സമയത്തും, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയണം. അവൻ വന്നോളും, അവന് എപ്പോൾ വരണം എന്നൊക്കെ അവനറിയാം. അവൻ വരുന്ന സമയത്ത് ഞങ്ങൾ വളരെ തിരക്കിലായിരിക്കും. പക്ഷേ ഈ കുട്ടി എങ്ങനെ ഈ ഇരുട്ടത്ത് പോയിട്ട് എന്ത് ചെയ്തിരിക്കണോ, മച്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവന് മാത്രമല്ല എല്ലാ കുട്ടികളുണ്ട്, എല്ലാവരെയും അവന് വേണ്ടാതെ പഠിപ്പിക്കലാണ് അവൻ്റെ വില. എന്ത് ചെയ്യണമല്ലോ, ആ ഒരു കുട്ടിയെ കൊടുത്ത് മുട്ടുകുത്തി നിർത്തിയിട്ടുണ്ട്, വേറൊരു കുട്ടി അതിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിർത്തിയിട്ടുണ്ട്, ഉറി എത്തുന്നില്ല. എന്നിട്ട് കൃഷ്ണൻ അയാളുടെ മുകളിൽ കയറിയിരുന്നു, എന്നിട്ട് എത്തുന്നില്ല ഉറിയിലുള്ള സാധനം എടുക്കണമല്ലോ എന്ന് പറഞ്ഞൊരു വടിയെടുത്തിട്ട് ഉറിയുടെ കാലത്തിലൊരു തട്ടി. അതിൽ ഓട്ടയായപ്പോൾ വെണ്ണയും തൈരും പാലൊക്കെ വീഴാണ്. ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണു വായും കാണിച്ചിട്ട്. ആ സമയത്താണ് ഞാൻ എന്താ ഒച്ച വെക്കണ പറഞ്ഞ് അവിടെ പോകുമ്പോൾ, അയ്യോ യശോദ ഒന്നും പറയണ്ട, അവിടുത്തെ സ്ഥിതി കണ്ടാൽ സഹിക്കില്ല. എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിട്ട് ഞാൻ പോയപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചോണ്ട് ഓടുകയാണ് പരിഹസിച്ചുകൊണ്ട്. എന്താ ചെയ്യുക, നമുക്ക് ഇതൊക്കെ വിറ്റ് കാശാക്കിയിട്ട് വേണ്ടി നമുക്ക് വല്ല ഉപജീവനം നടത്താൻ. ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? നിങ്ങളെന്താ പറയണത്? മച്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതൊക്കെ ചെയ്തു തന്നോ? മച്ചിൻ്റെ ഉള്ളിൽ പോയി ഇരുട്ടല്ലേ ഉണ്ടാവുക, അവിടെ എന്താ വെളിച്ചുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദ്വന്ദ്വാകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം
കാലേ ഗോപ്യോ യർഹി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്താഃ. ഞങ്ങളൊക്കെ അവിടെ ജോലി തിരക്കിലായിരിക്കും. ആ സമയത്ത് ഇവൻ അകത്ത് കിടക്കും. നീ അല്ലേ പറയണ വെളിച്ചം എവിടെ നിന്ന് കിട്ടുന്ന, നീ മണിയും മുത്തും അതൊക്കെ അലങ്കരിച്ചിട്ട് പോയി കൊടുത്തുവിട്ട് അയക്കിരിക്കല്ലേ. ആ സമയത്ത് അവന് വെളിച്ചമൊക്കെ ക്ലീനായിട്ടെല്ലാം കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു നീ ഇതിൽ പങ്കാളിയാണെന്നാണ് തോന്നുന്നത്. അവനിങ്ങനെ പ്രോത്സാഹിപ്പിക്കണതിൽ എന്ന് പറയണം ഇന്നൊരു ഗോലി. പിന്നെന്തായി, ഒരു ഗോപി പറയാണ്, ഇത് കേൾക്കണം കേട്ടോ, ഉണ്ണിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ണിക്ക് പിറന്നാളാണ്, പാൽപ്പായസം വെച്ചിട്ടുണ്ട്. ആ പാൽപ്പായസം വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ടൊന്ന് വരാം. ഒന്ന് പോയിട്ട് വരുമ്പോഴേക്ക് ആ പാൽപ്പായസമൊക്കെ കഴിച്ച് ആരെ നമ്മുടെ ഉണ്ണി അതിൽ കുറേ ചാണകമൊക്കെ കലക്കി വെച്ച് അടച്ചു വെച്ചിട്ട് മുന്നാണ്ട് പോയിട്ടുണ്ട്. വന്ന് നോക്കുമ്പോൾ എന്താ, പാത്രത്തിൽ മുഴുവൻ ചാണകം കലക്കിയ വെള്ളമാണ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ ചെയ്യുക. അപ്പോഴേക്കും എൻ്റെ വീട്ടിലൊന്നും എന്തായിരിക്കണറിയോ, ഞാൻ എൻ്റെ അച്ഛനെ, വയസ്സായ അച്ഛനെ, കണ്ണു കാണേണ്ട പാവം വയസ്സായിരിക്കുകയുള്ളൂ, ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ഉണ്ണിയപ്പം, അവിടെ നല്ല നെയ്യല്ലേ, ഉണ്ണിയപ്പം ഉണ്ടായിരിക്കുമ്പോൾ ഇവൻ വന്നിട്ട് എനിക്ക് ഉണ്ണിയപ്പം തരുക ചോദിച്ചു. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, ജോലിയുടെ തിരക്കിലായിരുന്നല്ലോ, കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ കൊണ്ട് അച്ഛനെ കാണാൻ പോയി. അച്ഛനും സന്തോഷമായി. അച്ഛാ ഇതാ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കണം, നോക്കുമെന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു. അച്ഛനെടുത്ത് ഒരു ഭക്ഷണം എടുത്ത് തിന്നപ്പോൾ എന്താ കൊണ്ടുവന്നിരിക്കണേ നോക്കുമ്പോൾ എന്താ അറിയോ, ഉണങ്ങിയ ചാണകത്തിൻ്റെ ഉരുള ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് പോയിരിക്കുക. ഇവൻ മാത്രമല്ല, കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, എത്ര അപമാനകരമായിട്ടുള്ള ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ നമ്മുടെ മടിയിലേക്ക് കേൾക്കുന്നുണ്ട്. ദാ നിങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്ര. എന്നിട്ട് എന്തായി, യശോദയ്ക്ക് അത്ര വളരെ ഇഷ്ടപ്പെട്ടില്ല ഇവർ എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റം പറയാനിട്ടിട്ട്. ഇപ്പം എന്താ പറയുക, നിങ്ങൾ പറയണതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എപ്പോൾ വന്ന് അവിടെ ഉപദ്രവിക്കണോ ആ സമയത്ത് കയ്യോടുകൂടി പിടിച്ചുകൊണ്ട് വരും, നമുക്കറിയാമല്ലോ ആരാ ചെയ്തിരിക്കണമെന്ന്. ശരി പറഞ്ഞവരൊക്കെ കൂടി പോയി. ഞങ്ങൾ വെറുതെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ് കൃഷ്ണൻ ചെയ്യണതൊക്കെ. പക്ഷെ അധികമാകുമ്പോൾ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അത് വളരെ തിരിഞ്ഞു പോയിട്ട് ഒരു ദിവസം അവിടെ ഒരു വിശേഷം നടക്കുകയാണ്. വിശേഷം നടക്കുമ്പോൾ ഒരു ദിവസം ഒരു വിശേഷം നടക്കുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളെയും അമ്മമാർ വേണ്ടപോലെ അലങ്കരിച്ച് എല്ലാവരും പ്രച്ഛന്ന വേഷത്തിൽ, എല്ലാ കുട്ടികൾക്കും കൃഷ്ണനെ പോലെ വേഷം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഉണ്ണികൃഷ്ണൻ എന്തിരിക്കണം അറിയോ, ഒരു ഗോപസരുടെ വീട്ടിൽ പോയിട്ട് കലം എടുത്തിട്ട്, തൈരിൻ്റെ കടലം എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് നമ്മൾ കണ്ടു ഓടിപ്പോയി പിടിച്ചു. വാടാ, ഞാൻ അപ്പം തന്നെ കൈ കൊണ്ട് വിടും, എൻ്റെ അമ്മ അടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ തലയിളക്കിയപ്പോൾ എന്ത് ചെയ്യും, ചട്ടി പൊട്ടി, കഴുത്തിലൊരു വളയം മാത്രം, നേരെ മുഴുവൻ തൈര്. ഇതാ നിന്നെ ഞാൻ അപ്പം തന്നെ കയ്യോടുകൂടി കൊണ്ടുപോയി യേശുവിനെ കാണിക്കുക എന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ടുവന്നു. ഉണ്ണി കാണാൻ ഇങ്ങനെ നടന്ന് പോവാൻ മടിയുള്ള പോലെ വലിച്ചിട്ട്, അങ്ങനെ കുട്ടികളങ്ങനെയല്ലേ. എന്തായി, അവിടെ കൊണ്ടുപോയി യേശോദേതാ നീ പറഞ്ഞ പോലെ ഞാൻ കയ്യോടുകൂടി പിടിച്ച് കൊണ്ടുവന്നിരിക്കണം. നോക്കുമ്പോൾ എന്താ, എല്ലാ ഗോപിമാരും ഓരോ കൃഷ്ണനെയും പിടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. എല്ലാത്തിനും കഴുത്തിൽ കലത്തിൻ്റെ വളയം, മേല് മുഴുവൻ തൈര്. നോക്കുമ്പോൾ എന്താ, എല്ലാം അവരവരുടെ കുട്ടികൾ തന്നെയാണ്. എന്താ കൃഷ്ണൻ്റെ ഒരു കളി അല്ലേ, മായ കൊണ്ട് അങ്ങനെ എല്ലാം
ചെയ്യാൻ ഭഗവാന് സാധിക്കും. എന്തിനാ ചെയ്യണേ? അവരൊക്കെ സന്തോഷമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ദിവസം ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യാ ഗോപതാരക കൃഷ്ണോ മൃതം ഭക്ഷിതവാൻ ഇതി മാത്രേ നിവേദയന്. ഒരിക്കൽ രാമൻ, കൃഷ്ണൻ, ഗോപകുമാരൻ എല്ലാം കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുട്ടികൾ കണ്ടു കൃഷ്ണൻ എടുത്തിട്ട് മണ്ണെടുത്ത് വായിലിട്ടു. ഉടനെ തന്നെ അവരൊക്കെ ഒന്ന് ഓടി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, അമ്മേ, യശോദമ്മേ, ഇതാ ഈ കൃഷ്ണൻ മണ്ണൊക്കെ തിന്നിരിക്കണോ എന്ന് പറയുന്നത്. ഇത് ഞാൻ കുട്ടിക്കാലായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു പാട്ട് പാടി പറഞ്ഞു തരുന്നുണ്ട്. അത് രണ്ടുപേരും ഞാൻ പറയാം. രാമനും കൃഷ്ണനും ഗോപന്മാരൊന്നിച്ചു കാട്ടിൽ കളിച്ചു നടക്കും കാലം മണ്ണു തിന്നു കൃഷ്ണ എന്നു കുമാരന്മ ചെന്നു പറഞ്ഞു യേശോദയോട്. അപ്പോഴേശോദയും കോപിച്ചു കൃഷ്ണൻ്റെ തൃക്കൈ പിടിച്ചു ചോദിച്ചിടിനാൾ, വെണ്ണയും പാലും പൂജിച്ചതു പോരാഞ്ഞു മണ്ണു തിന്നിടുന്നതിന്തിനുണ്ണി. ഇങ്ങനെയൊക്കെ നമുക്ക് കഥയൊക്കെ പറഞ്ഞു തരാമല്ലേ. ഇന്ന് അതിനുള്ള സൗകര്യം ഉണ്ടോ, പറഞ്ഞു കൊടുക്കേണ്ടോ അറിയില്ല. നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളെ കൂടി പറഞ്ഞു, അതാ കൃഷ്ണൻ മണ്ണ് തിന്നു വന്നു. യശോദയ്ക്കൊരു ഭാഗത്ത് സങ്കടം, ദേഷ്യം എല്ലാം കൂടി വന്നിട്ട്, നീ മണ്ണ് തിന്നോ? മണ്ണ് തിന്നാൽ സൂക്കേടെല്ലാം വരില്ലേ? ഞാൻ എത്രയും നിനക്ക് വെണ്ണ പാലെല്ലാം വേണ്ടതൊക്കെ തരണ്ടല്ലോ, എന്തിനാ മണ്ണ് തിന്നത് കൃഷ്ണ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയാണ്, നാഹം ഭക്ഷിതവാനം വാ സർവേ മിഥ്യാവിശംസിന യതി സത്യഗിരസ്തരേ സമക്ഷം പശ്യമേ മുഖം. അമ്മ, ഞാൻ മണ്ണ് തിന്നിട്ടില്ല, ഇവരൊക്കെ പറയണത് നുണയാണ്. അങ്ങനെ അമ്മയ്ക്ക് സംശയമാണെന്ന് വിചാരിച്ചാൽ എൻ്റെ വായിൽ നോക്കിക്കോളൂ, ഞാൻ തുറന്ന് കാണിച്ചു തരാം. വായു വിളിച്ചെത്ത. വായു വിളിച്ചപ്പോൾ യശോദ വേഗം നോക്കി, എന്താ വായിൽ മണ്ണുണ്ടോ എന്നാ നോക്കണത്. ആ സമയത്ത് എന്തൊക്കെയാ കണ്ടറിയോ? ഇന്ദ്രനെ കണ്ടു ഞാൻ, ചന്ദ്രനെ കണ്ടു ഞാൻ, ഈരേഴുലകവും വായിൽ കണ്ടു. 14 ലോകവും ആ വായിൽ കാണുകയാണ് അത്ര. നമ്മുടെ ഭാഗവതത്തിൽ എങ്ങനെയാ പറയണെന്ന് വെച്ചാൽ, സാ തത്ര ദദൃശേ വിശ്വം ജഗത്സ്ഥാസ്മുജകം ദിശഃ സാദ്രിദ്വീപാബ്ധിഭൂഗോളം സവായുവഗ്നീന്ദുതാരകം ജ്യോതിശ്ചക്രം ജലം തേജഃ നഭസ്വാൻ വിദദേവത വൈകാരികാണീന്ദ്രിയാണി മനോമാത്ര ഗുണാസ്ത്രയഃ. കൃഷ്ണൻ്റെ വായിലേ എന്തൊക്കെയാണ് കാണുന്നറിയോ? എല്ലാ സ്ഥാവരജംഗനങ്ങളും ഉണ്ട്. പർവ്വതം, ദ്വീപുകൾ, സമുദ്രങ്ങൾ എന്നിവയോട് കൂടിയോ ഭൂലോകം, വായു, വിദ്യത്ത്, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയോട് കൂടിയ സ്വർഗലോകം, ജലം, തേജസ്, വായു, ആകാശം മുതലായ പഞ്ചഭൂതങ്ങൾ, ദേവന്മാർ, ഇന്ദ്രിയങ്ങൾ എല്ലാം ആ യശോദാദേവി കൃഷ്ണൻ്റെ വായിൽ കണ്ടു. കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിഭ്രമം വന്ന പോലെ തോന്നി, പേടിച്ചു വിറച്ചു. എന്ന് പറയാണ്, കിം സ്വപ്നയേതതു ദേവമായ കിം വാ മദീയോ വദ ബുദ്ധിമോഹ അധോ അമുഷ്യേവ മമാർഭഗസ്യ യഃ കശ്ചന ഉത്പത്തിക ആത്മയോഗ. ഞാൻ കാണുന്നത് എന്താ കാണുന്നത്? അല്ല ദേവമായി ആയിരിക്കുമോ? അല്ല എൻ്റെ ബുദ്ധിമോശം കൊണ്ട് എനിക്ക് തോന്നുകയാണോ? അല്ല ഇവൻ വല്ല മായാജാലക്കാരനാണോ എൻ്റെ മകൻ
എന്നൊക്കെ പറഞ്ഞ് അതിശയിച്ചുകൊണ്ടിരുന്നിട്ട് പേടിച്ച് കണ്ണങ്ങടി ചിമ്പിയത്രേ. അപ്പോൾ കൃഷ്ണന് മനസ്സിലായി അമ്മ പേടിച്ചിട്ടുണ്ട് എന്ന്. അപ്പം എന്ത് ചെയ്തു? വേഗം വായ കൂട്ടിപ്പിടിച്ചു അടച്ചു. എന്നിട്ട് മായ കൊണ്ട് അവിടെയുള്ള എന്തെല്ലാം തോന്നിയോ അമ്മയ്ക്ക് അതൊക്കെ ഇല്ലാതാക്കി. യശോദ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താ, പഴയ പോലെ ഉണ്ണികൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും അവിടെ ഇരിക്കുന്നു, സകലതും കണ്ടതെല്ലാം മറന്നു. അതായത് ഭഗവാൻ ആണ് ഇവിടെ വന്നിരിക്കണമെന്ന് അമ്മയ്ക്ക് അറിയിക്കുകയും വേണം, അമ്മയോട്ട് അറിയാനും പാടില്ല. അതാണ് അപ്പോഴത്തെ സ്ഥിതി. അപ്പം എല്ലാം കാണിച്ചു കൊടുത്തു. പൊട്ടനെ മായയെ കൊണ്ട് മറക്കുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കാ കഥ ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കണത്? പരീക്ഷിത്ത് മഹാരാജാവിന് ശുക്കാചാര്യർ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? അതാണല്ലോ നമ്മുടെ ഭാഗവതം. അപ്പോൾ പരീക്ഷിത രാജാവ് ചോദിക്കുകയാണ്, ഈ യശോദയ്ക്കും നന്ദഗോപനും പരമാത്മാവായ ഭഗവാനെ ഉണ്ണിയായിട്ട് എങ്ങനെ ലഭിച്ചു? എന്താ അതിനുള്ള പുണ്യം അവർ ചെയ്തിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നാലും പറയണത്. അപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ദ്രോണോ വസൂനാം പ്രവരോ ധരയാ സഹഭാര്യയാ കരിഷ്യമാണ് ആദേശാൻ ബ്രഹ്മണസ്തമുവാച. അതായത് വസുക്കളുടെയൊക്കെ ശ്രേഷ്ഠനായ ദ്രോണൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ധര. ഇത് രണ്ടാലും ബ്രഹ്മാവിൻ്റെ ആദേശപ്രകാരം ബ്രഹ്മാവെന്ന് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പോയി ഒന്ന് ജീവിച്ചു നോക്കുക, അവിടുത്തെ സുഖം എല്ലാം അനുഭവിച്ച് അത് വേറൊരു സുഖമാണ് എന്ന് പറഞ്ഞത്ര. അതുപ്രകാരം ഒരു ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. ആരായിട്ട്? നന്ദഗോപരായിട്ടും യശോദയായിട്ടും. അപ്പോൾ ഈ നന്ദഗോപർക്ക് യശോദയ്ക്ക് ഈ ഭാഗ്യം എങ്ങനെ കിട്ടിയെന്നല്ലേ നമ്മൾ ചോദിക്കുക. അവർക്ക് കുറേ കാലമായിട്ടും വിവാഹ ജീവിതത്തിൽ സന്താനം ഉണ്ടായില്ല. വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഒരു സന്താനത്തിന് വേണ്ടി. അപ്പോൾ നല്ലപോലെ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചോ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് എന്താ വേണ്ടത് വരം ചോദിച്ചു. അപ്പം നമ്മൾ വരം ചോദിക്കുമ്പോഴേ ആലോചിക്കണം, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് തന്നെ അബദ്ധമൊക്കെ പറ്റും. ഇപ്പോൾ ഇവരെന്ത് ചോദിച്ചു, എനിക്ക് അങ്ങ് ഉണ്ണിയായി വന്ന് ഞങ്ങൾ വേണ്ട പോലെ സന്തോഷത്തോടെ കൂടി ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്കെല്ലാം ചെയ്തു തരണം എന്ന് പറഞ്ഞത്ര. ഭഗവാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനെ വിളിച്ച് പറഞ്ഞു, നമ്മളെ അന്ന് നിങ്ങൾ പോയിട്ട് പറഞ്ഞില്ലേ ശിവതരുടെ അടുത്ത് ഉണ്ണിയായിട്ട് വരാമെന്ന്, അപ്പോൾ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് വസുദേവ ഗൃഹത്തിൽ ജനിച്ച കൃഷ്ണൻ യശോദയുടെ ഗൃഹത്തിലെത്തി യശോദയെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദഗോപുര യശോദന വഴി. അതാണ് ഇവരുടെ പഴയ ഇതിന് മുമ്പുണ്ടായിരുന്നുള്ള കഥ. നമ്മളിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ, ഭക്തിയോടുകൂടി ഇരുന്നാൽ നമുക്ക് സകലതും ഭഗവാൻ തരും. വരം ചോദിക്കുമ്പോൾ ഇന്നത് വേണം എന്ന് ചോദിക്കാതെ ഭഗവാൻ എന്താ തരണമെന്ന് വെച്ചാൽ അത് വാങ്ങണം. നമ്മുടെ ഭക്തി പ്രകാരം ഭഗവാൻ സന്തോഷമായിട്ട് എല്ലാം തരും. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിത്യേന ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിനെ എപ്പോഴും ഭഗവാനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നാൽ നമുക്ക് സകല ആയുരാരോഗ്യ ഐശ്വര്യം എല്ലാം വരും. കൊടുക്കാൻ ഭഗവാന്റെ പാദത്തിൽ എത്തിത്തീരുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവചനം ഇവിടെ ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.